ഈ ഫ്രെയിം വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എ ലോട്ട് ക്യാൻ ഹാപ്പൻ ഓവർ കോഫി എന്ന കഫേ കോഫി ഡേയുടെ ഒരു വാചകം ഞാൻ കടമെടുക്കുന്നു. എ ലോട്ട് ക്യാൻ ഹാപ്പൻ ഓവർ ബാംബു എന്ന് തെളിയിച്ചു തന്ന ഒരു സ്ഥാപനമുണ്ട് ഇവിടെ വയനാട്ടിൽ, ഉറവ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡി സെൻറ്റർ. ഈ സ്ഥാപനത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. സോ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേര് ഉറവ് ഇൻഡിജീനിയസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡി സെൻറ്റർ, കോമൺലി ഉറവ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. 96 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 26 വർഷമായി ഇത് നടന്നു പോവുകയാണ്. ബേസിക്കലി നമ്മൾ ബാംബൂവിലാണ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ 2 കോർ ഏരിയാസ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ്സ്. സസ്റ്റൈനബിലിറ്റിയും റൂറൽ ലൈവ്ലിഹുഡ് എന്ന 2 ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ ബാംബു ആസ് എ സെൻറ്റർ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രം ലെറ്റ്സ് എ ബാംബു നഴ്സറി പ്ലാന്റേഷൻസും, നമ്മൾ ബാംബു നഴ്സറി ഒരു 10 എനിക്ക് തോന്നുന്നു 50 പരം തൈകളുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാംബു, പലതരം മുളകളുള്ള നഴ്സറി മുതൽ അത് തന്നെ നമ്മൾ പ്ലാന്റേഷൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ മുള വെച്ച് പിടിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്ലാന്റേഷൻ മാനേജ്മെൻറ്റ്, ബാംബു പ്ലാന്റേഷൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. സോ ഫ്രം നഴ്സറി മുതൽ കൺസ്ട്രക്ഷൻ വരെയുള്ള എല്ലാ മേഖലകളിലും, ബാംബുവിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വേറെ ഒന്നാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബാംബു പ്രോഡക്ട്സ്. ബാംബു പ്രോഡക്ട്സ് എനിക്ക് തോന്നുന്നു ചെറിയ കോർപ്പറേറ്റ് ഗിഫ്റ്റ് മുതൽ എനിക്കൊന്ന് ലാംപ് ഷെയ്ഡ്സ്, ഹോം ഡെക്കർ, യൂട്ടിലിറ്റി പ്രോഡക്ട്സ്, ഇതെല്ലാം ബാംബു കൊണ്ട് അത് ചെയ്യുന്നത് ഇവിടെയുള്ള അടുത്തുള്ള അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ തന്നെയുള്ള സ്ത്രീകളാണ്. അത് നമ്മുടെ ഒരു ലൈവ്ലിഹുഡ് സപ്പോർട്ട് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ഈ പ്രോഡക്ട്സ് കൂടുതലും വരുന്നത്. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു 10-20 കൊല്ലമായിട്ട് ഇത് ചെയ്യുന്ന ചേച്ചിമാരും നമുക്കുണ്ട്. എന്നാൽ പുതിയതായിട്ട് 4-5 കൊല്ലമായിട്ടുള്ള ചേച്ചിമാരും ഉണ്ട്. അപ്പോൾ അവർ ഇതിനെ ഫൈനായിട്ട് എടുക്കുന്നത് അവർ തന്നെയാണ്. അത് അവരുടെ കരവിരുത് തന്നെയാണ്. സോ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ആ ലൈവ്ലിഹുഡ് സപ്പോർട്ട് പ്രോഗ്രാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ട്രെയിനിങ്സും വർക്ക്ഷോപ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികൾ, ഇപ്പോൾ 4-ലും 5-ലും പഠിക്കുന്ന കുട്ടികൾ മുതൽ ഇൻറ്റീരിയർ ഡെക്കർ അല്ലെങ്കിൽ അങ്ങനെ കോളേജ് കുട്ടികൾക്കും നമ്മൾ ഈ വർക്ക്ഷോപ്സും ട്രെയിനിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂറുള്ള പ്രോഗ്രാം മുതൽ 1 ദിവസവും 2 ദിവസവും ഒരാഴ്ചയും 10 ദിവസങ്ങളും 1 മാസവും 3 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന പലതരം ട്രെയിനിങ് പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് എല്ലാതരം, ഇത് ചിലപ്പോൾ ബാംബു ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ബാംബു മെറ്റീരിയൽ എന്താണെന്ന് അറിയുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കാം, ചിലപ്പോൾ അവരിതൊരു ആക്ടിവിറ്റി എന്ന നിലയിൽ വന്ന് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ബാംബുവിനെ കണ്ട് നമ്മുടെ ചേച്ചിമാരെ പോലെ തന്നെ ലൈവ്ലിഹുഡിൻ്റെ ഭാഗമാക്കാൻ താല്പര്യമുള്ളവരായിരിക്കാം. എല്ലാതരം ആൾക്കാർക്കും നമ്മളിവിടെ വർക്ക്ഷോപ്സും ട്രെയിനിങ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഗ്രൂപ്പായിട്ടായിരിക്കും കൂടുതലും വരുന്ന, സിംഗിളായിട്ടും ആൾക്കാർ വരാറുണ്ട്. സോ അതല്ലാതെ പിന്നെ നമ്മൾ ചെയ്യുന്നത് ബാംബു ആർട്ടാണ്. നമ്മൾ കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ബാംബു ആർട്ടിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ പലതരം മെറ്റീരിയലുകളും കൂടെ കമ്പൈൻ ചെയ്ത്, അത് വുഡ് ആയിരിക്കാം, ഗ്ലാസ് ആയിരിക്കാം, പലതരം മെറ്റീരിയൽ കമ്പൈൻ ചെയ്ത് മുളയെ എനിക്ക് തോന്നുന്നു ഒരു ആർട്ട് എന്ന മെറ്റീരിയലിൽ കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ പെട്ടെന്ന് മുള എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊട്ടകളും അതാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിൽ ഓടി വരിക. അപ്പോൾ അത് മാത്രമല്ലാതെ അതിനൊരു ആർട്ട് മെറ്റീരിയൽ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു എക്സ്പ്ലോറേഷനും കൂടെ നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇതല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ഇൻറ്റീരിയറും കൺസ്ട്രക്ഷനും, സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ, ബാംബു കൺസ്ട്രക്ഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തു വരികയാണ്.
ബാംബു ആസ് എ സസ്റ്റൈനബിൾ മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും അത് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓൺ സൈറ്റിൽ പോയി, നമ്മുടെ ഇവിടെ നിന്നുള്ള ആൾക്കാർ അവിടെ ഓൺ സൈറ്റിൽ പോയി എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് വർക്ക്സ്. അത് 2 തരത്തിലായിട്ടും ഫ്രം ഡിസൈൻ ടു എക്സിക്യൂഷനും എല്ലാം നമ്മൾ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ആ ഡിസൈൻ വെച്ചിട്ടും നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ബേസിക്കലി ബാംബു കൺസ്ട്രക്ഷൻ, സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻസ് ആണ് വേറെ നമ്മുടെ ഒരു കോർ ഫോക്കസ് ഏരിയ. പ്രോജക്ട്സ് ആയിട്ടും വർക്ക്ഷോപ്സും ട്രെയിനിങ്സും അല്ലാതെ ഒരു 6 months അല്ലെങ്കിൽ 1 year ഒക്കെ ലോങ് പ്രോജക്ട്സ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അവസാനമായി ചെയ്തത് UNDPക്ക് വേണ്ടിയിട്ട് ഹൈ റേഞ്ച് മേഖലകളിലുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഇതിനു മുമ്പും നമ്മളൊരു ചെയ്തൊരു ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിന് വേണ്ടി ഡെവലപ്പിംഗ് മാത്തമാറ്റിക്കൽ ടോയ്സ് ഇൻ ബാംബു എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ആയിരുന്നു. സോ ഇങ്ങനെ പല ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടും നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. സോ ഇതേപോലെ തന്നെ പ്രോജക്ട്സിനെ പോലെ തന്നെ നമ്മൾ അടുത്ത ഒന്നാണ് അഡ്വക്കസി കൺസൾട്ടൻസി. നമ്മൾ കൺസൾട്ടൻസ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ പ്രോഡക്ട്സിൽ 1 മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബാംബു കർട്ടൻസ് ആണ്, ബാംബു ബ്ലൈൻഡ്സ്. നമുക്ക് പലതരം ബാംബു കർട്ടൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ബാംബു ബ്ലൈൻഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റഡ് തന്നെ പറയാം. ഈ കാണുന്ന ഓരോ അളികളിൽ നിന്നാണ് നമ്മൾ പറയാം, ഓരോ സ്റ്റിക്സും കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ബേസിക്കലി ഈ കാണുന്നതാണ് ഇതിന്റെ ഡിഫറെന്റ് മോഡൽസ് ആണ്. ബേസിക്കലി ഇതൊക്കെ ഈ ഓരോ സ്റ്റിക്സും നമ്മൾ കൈകൊണ്ട് തന്നെ ചേച്ചിമാര് ഉണ്ടാക്കി എടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഹാൻഡ്ലൂമിൽ നെയ്തെടുക്കുന്നത്, നിങ്ങളൊരു സാരി നെയ്യുന്ന പോലെ തന്നെ ഹാൻഡ്ലൂമിൽ, മെഷീൻ ലൂമിലല്ല, ഹാൻഡ്ലൂമിൽ നെയ്തെടുക്കുന്നതാണ് ഈ കർട്ടൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ തന്നെ എനിക്ക് തോന്നുന്നു ടേബിൾ മാറ്റ്സ് ഒക്കെ നമ്മൾ ഇതേപോലെ തന്നെ ടേബിളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടേബിൾ മാറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റഡ് പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ അതിന്റെ ലൈഫ് ലോങ് ആണ് എന്ന് പറഞ്ഞാൽ കുറെ കൊല്ലങ്ങൾ അത് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് മാറ്റേണ്ട അവസ്ഥ വരാൻ സാധ്യത വളരെ കുറവാണ്, എസ്പെഷ്യലി സ്റ്റിക്സിന്. ഇനി മാക്സിമം ഉണ്ടായാൽ തന്നെ ഇതിന്റെ വലിക്കുന്ന നൂലിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നതാണ് മാക്സിമം ഉണ്ടാവാറ്. അല്ലെങ്കിൽ ഈ സ്റ്റിക്സും ഈ ബ്ലൈൻഡ്സിന് വേറെ പ്രശ്നങ്ങൾ വരാറില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് കസ്റ്റമേഴ്സ് ഒരു 10 years ഒക്കെ ഇങ്ങനെ തന്നെ നിന്ന് എസ്പെഷ്യലി ഇന്റീരിയേഴ്സ്, വീടിന്റെ ഇന്റീരിയേഴ്സിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നം കൂടാതെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന്, എല്ലാ പ്രോഡക്ട്സും ഉണ്ടാക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ ബാംബു ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ട്രീറ്റഡ് ബാംബു ഉപയോഗിച്ചില്ലെങ്കിൽ അത് കുത്തൻ അല്ലെങ്കിൽ ബോറർ വന്ന് അത് നാശമായി പോകാനാണ്, ഈ പൊടിയായി പോകുന്നത് നമ്മൾ കാണാറില്ലേ, അതേപോലെ. സോ ബേസിക്കലി നമ്മൾ ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ്, എല്ലാ പ്രോഡക്റ്റും നമ്മൾ ബേസിക്കലി ട്രീറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു ഡിഫറെന്റ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് അറിയില്ല, നമ്മുടെ ഒരു യുണീക്ക് പ്രോഡക്റ്റ് ആണ്. സോ ഇതും ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്കിത് ഡിസ്മാന്റിൽ ചെയ്തിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം. ഇതെല്ലാം ഹാൻഡ് പെയിന്റഡ് ആണ്. ഈ കാണുന്ന മൊത്തം ഹാൻഡ് പെയിന്റഡ് ആണ്. അതേപോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ കണ്ടുപരിചയമുള്ള പ്രോഡക്റ്റ് ആയിരിക്കാം കേട്ടോ. ഒന്ന് ഇതാണ് ദ ബുക്ക് ഓഫ് സ്പൈസസ്. അഗെയിൻ ലോക്കലി സോഴ്സ്ഡ് സ്പൈസസ് ആണ്. ഇതൊരു വൺ ഓഫ് ആർ ബെസ്റ്റ് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആണ്. സോ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഒരുപാട് കോർപ്പറേറ്റുകളായാലും എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞങ്ങളുടെ ബുക്ക് ഓഫ് സ്പൈസസ്. പിന്നെ നിങ്ങൾ കാണുന്നത് എനിക്ക് തോന്നുന്നു പലതരം പ്രോഡക്ട്സ് നിങ്ങളുടെ മുന്നിൽ. ഇപ്പൊ എന്റെ പിന്നിൽ കാണുന്ന മൊത്തം വാൾ ഡെക്കർ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ പെയിന്റിങ്സ് ആണ്. ഇതും ഇതേപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്. ഇതൊക്കെ വാൾ ഡെക്കറിൽ വരുന്ന പ്രോഡക്ട്സ് ആണ്. ഇത് റൂട്ട് കൊണ്ട്, ഇതിന്റെ മുകളിൽ റൂട്ട് കൊണ്ടൊക്കെ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. സോ ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാതെ ചെറിയ വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ട്രേസ് ആണെങ്കിലും ഇത് പലതരം ട്രേസ് ഉണ്ട്. സിമ്പിൾ, ഇതൊക്കെ പലതരം ട്രേസ് ആണ്. നമ്മുടെ യൂട്ടിലിറ്റി പ്രോഡക്റ്റ് കാറ്റഗറിയിൽ വരുന്ന പലതരം ട്രേസ് ആണിത്. ദിസ് ഇസ് എ ഹാങ്ങർ. ഈ ഹാങ്ങറിന്റെ പ്രത്യേകത അഗെയിൻ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. സോ ഹാങ്ങേഴ്സും അതുപോലെ പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈറ്റ്സിന്റെ ഒരു കളക്ഷൻ തന്നെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് ചെയ്യാറുണ്ട്. വി ട്രൈ ടു ബ്രിങ് ഔട്ട് ന്യൂ ഡിസൈൻസ്. അങ്ങനെ ചെയ്തു വന്ന പലതരം ലൈറ്റ്സ് ആണ് ഈ കാണുന്നത് മൊത്തം.
സോ ഇവിടെ ബേസിക്കലി ഉള്ളത് ചെറിയൊരു ആർട്ട് സ്പേസും കൂടിയാണ്. ബാംബു ആസ് എ മെറ്റീരിയൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം ഇപ്പോൾ ആർട്ടിലോട്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ലിറ്റിൽ ബിറ്റ് ഓഫ് ആർട്ട്, ബാംബു ആസ് എ മെറ്റീരിയൽ ഇൻ ആർട്ട് എന്നുള്ളതാണ്. എക്സ്പ്ലോറേഷൻ ഇൻ ടേംസ് ഓഫ് ലൈക്ക് വുഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ പല മെറ്റീരിയൽസും കൂടെ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യാനാണ് നമ്മൾ ബേസിക്കലി ആർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാംബു ആസ് എൻ ആർട്ട് മെറ്റീരിയൽ. പിന്നെ അതല്ലാതെ നിങ്ങളിവിടെ കാണുന്ന ഒന്നാണ് മിനിയേച്ചേഴ്സ്. Miniatures of basically are constructions which has happened already or which is happening or which is in the pipeline. So basically പല projects നമ്മൾ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ബാംബു കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻസിൻ്റെ മോഡൽസ് ആണ് ചിലത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് സൂറത്തിൽ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. സൂറത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു റിസപ്ഷൻ കോംപ്ലക്സ് ആണ്. സോ പലതരത്തിലുള്ള ബാംബു സ്ട്രക്ചേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഇതേപോലെ ഒരു വർക്ക് സ്പേസ് പോലെ നമ്മൾ ചെയ്തേക്കുന്നതാണ് ഒരു കോളേജിന് വേണ്ടിയിട്ടുള്ളത്. അതേപോലെ ഈ കാണുന്നത് ഒരു റിസോർട്ടിന് വേണ്ടി അവരുടെ ഒരു കഫേ സ്പേസ് പോലെ ചെയ്തേക്കുന്നതാണ് ഇത്. അപ്പോൾ പലതരത്തിലുള്ള ഡിസൈൻ, പലതരത്തിലുള്ള രീതിയിൽ നമ്മൾ മുളയെ ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ കൂടിയാണ്. ബേസിക്കലി നമ്മളപ്പോൾ ബാംബു കൺസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ബാംബു ആർക്കിടെക്ചർ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻസും കൂടെ ഒരു ഏരിയ ആണ് ദാറ്റ് വി വർക്ക്. ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് ഒരു എൻഡ് ടു എൻഡ് സൊല്യൂഷൻ സെൻറ്റർ ആയിട്ടും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറവ് ഇൻഡിജീനിയസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡി സെൻറ്ററിനെ കാണാം. ഹായ്, ഇത് നമ്മുടെ ബാംബു നഴ്സറിയാണ്. ബാംബു നഴ്സറിയും ഞാൻ പറഞ്ഞ പോലെ പ്ലാന്റേഷനും വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ബാംബു നഴ്സറിയിൽ എനിക്കൊന്നൊരു 60-നടുത്ത് പലതരം ബാംബു തൈകളുണ്ട്. അത് ഓർണമെന്റൽ ടൈപ്പ് മുളകൾ എന്ന് പറയുന്ന തരം ബുദ്ധാസ് ബെല്ലിയും ഗോൾഡൻ ബാംബു, ബ്ലാക്ക് ബാംബു മുതലായ മുളകൾ മുതൽ നമുക്കിപ്പോൾ ആനമുളയും കല്ലമുളയും അങ്ങനത്തെ പലതരം മുളകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ലാത്തി മുള അല്ലെങ്കിൽ വൈറ്റ് ലീഫ്, പലതരം മുളകൾ ഈ നഴ്സറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പ്ലാന്റേഷൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുള തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനൊരു ഓർണമെന്റൽ രീതിയിൽ വെക്കാനാണെങ്കിലും മുള കൃഷിയായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും യു ക്യാൻ ഷോർലി കം ഹിയർ. നമ്മൾ ഗൈഡ് ചെയ്ത് തരാം എങ്ങനെയാണ് ഏത് മുളയാണ് വെക്കേണ്ടതെന്നും. വി ഹാവ് എ ടീം ഹൂസ് ലുക്കിംഗ് ആഫ്റ്റർ അവർ നഴ്സറി. അപ്പോൾ നമ്മുടെ ടീം ആക്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഏത് മുളയാണ് നിങ്ങളുടെ സ്ഥലത്ത് വെക്കാൻ പറ്റുന്നതെന്നും ഒരു പ്ലാന്റേഷൻ പോലെ ചെയ്യാനാണെങ്കിൽ ഒരു ഇക്കണോമിക്കലായിട്ടും എങ്ങനെ ചെയ്യാം എന്നുള്ളതും പറഞ്ഞുതരാം. യു ക്യാൻ ഷോർലി വിസിറ്റേഴ്സ്. ഇത് ഉറവ് ഇൻഡിജീനിയസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡി സെൻറ്റർ തൃക്കൈപ്പറ്റ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അപ്പോൾ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും മുളയുടെ തൈകൾ പ്ലാന്റേഷൻ മുതൽ പ്രോഡക്ട്സോ കൺസ്ട്രക്ഷനോ ഏത് വേണമെങ്കിലും നമുക്കിവിടെ വന്നാൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാനും നിങ്ങൾക്ക് തൈകൾ മേടിക്കാനും പ്രോഡക്ട്സ് മേടിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും.